അയാൾക്ക് അധിക കാലമൊന്നും ഈ വീട് വിട്ടു നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതെന്താ ഇയാൾക്കത്ര വിശ്വാസം? ഇയാൾ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടാണോ? എങ്കിൽ ആ വിശ്വാസം തെറ്റാണ് ഗായത്രി. താനിവിടെ വരുന്നതിന് മുമ്പുള്ള അലന്റെ ജീവിതം ഏറെക്കുറെ അടുത്തു നിന്ന് കണ്ടവനാണ് ഞാൻ. പൂക്കാടൻ പൗലോസിന്റെ പണവും പ്രതാപവും പിന്നെ ആ മകളും അടക്കം ഈ വീട്ടിൽ അലനെ മോഹിപ്പിക്കുന്നതായി ഒന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിൽ അല്പമെങ്കിലും ബാക്കിയുണ്ടായിരുന്ന ആഗ്രഹം ഗായത്രിയായിരുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ എന്റെ ഭാര്യയായി താനിവിടെ വന്നു കയറിയത് മുതൽ ആ ഇഷ്ടവും അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാവും. ഇനി ഈ വീട്ടിലേക്ക് അലനൊരു മടങ്ങിയവരുണ്ടാവില്ലെന്ന് എനിക്കുറപ്പാണ്. എന്നാ എനിക്ക് ഉറപ്പുണ്ട് അയാൾ മടങ്ങി വരുമെന്ന്. ഈ വീടും അയാളും തമ്മിൽ അത്ര പെട്ടെന്ന് മുറിച്ചറിയാൻ പറ്റാത്തൊരു ബന്ധമുണ്ടെന്ന് മറ്റാരെക്കാൾ നന്നായിട്ട് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ ഇവിടേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് സണ്ണിച്ചേട്ടാ. എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ സണ്ണിച്ചേട്ടൻ വഴിയെ മനസ്സിലായിക്കോളൂ. അതുകൊണ്ട് അയാളുടെ ഈ ഇറങ്ങിപ്പോക്കിൽ അധികം നിരാശയൊന്നും വേണ്ട. ഈശ്വര, ഇത് ഉടുത്തിട്ട് അഴിഞ്ഞഴിഞ്ഞു പോവാണല്ലോ. ഇതിപ്പോ സാരി ഉടുത്താലും മെച്യൂരിറ്റി കിട്ടുന്നുണ്ടോ? അയാളുടെ ഒരു പൊട്ട കണ്ടുപിടുത്തങ്ങള്. ഇതിങ്ങനൊക്കെ തന്നെയാണോ ഉടുക്കേണ്ടത്? പണ്ട് കോളേജ് ഡേക്ക് അങ്ങാണ്ട് ഉടുത്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഈ കുന്ത് ഉടുത്തിട്ടേ ഇല്ല. ആഹാ, മേഡം ഉറക്കമാണോ? ഉറങ്ങിക്കോ. നിനക്കൊന്നും അറിയണ്ടല്ലോ. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കഷ്ടപ്പാടാ സഹിക്കുന്നതെന്ന് അറിയോ? എവിടെ? എന്നിട്ട് നീ കൂടി എനിക്കിട്ട് പാര വെക്കല എന്റെ അമ്മാളൂട്ടി. എന്തൊരു കഷ്ട. ഇതുടുത്തിട്ട് ഞാൻ എങ്ങനെ എന്റെ ജോലിയൊക്കെ തീർക്കുക? ആഹാ, മോള് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? ആ ആന്റിയോ, എന്താ ആന്റി ഇത്? കുറച്ച് ഉണ്ണിയപ്പാ മോളെ. ഉറക്കാണോ? പരദേട്ടനെ രാവിലത്തെ ട്രെയിനിന് അങ്ങ് പോയി. കോയമ്പത്തൂര് മോടെടുത്തേക്കാ. ഇനിയിപ്പോ 1-2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ചെല്ലുമ്പോ എന്തെങ്കിലും എണ്ണപ്പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണോന്നേ അവക്ക് ഭയങ്കര നിർബന്ധ. മരുമോൻ ചെറുക്കനും അത് ഇഷ്ടാ. അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാ. കുറച്ച് ഞാൻ മോക്കും എടുത്തു. കഴിച്ചു നോക്കിയിട്ടേ എങ്ങനെയുണ്ടെന്ന് പറ. ആൾക്കിതൊക്കെ ഇഷ്ടാണോ? ആർക്ക്? മോളുടെ വീട്ടുകാരന്റെ കാര്യം ഞാൻ ചോദിച്ചേ. ആ, ഇഷ്ട. ഇടയ്ക്ക് വാങ്ങാറുണ്ട്. ഓ, കടയിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ രുചിയും ഗുണം ഒന്നും കാണില്ലെന്നേ. നമ്മള് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് തന്നെയാ നല്ലത്. അല്ല, ആളെവിടെ? രാവിലെ തന്നെ പോയോ? ഞാൻ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, കണ്ടേയില്ല. ശങ്കർ വെളുപ്പിനെ തന്നെ പോവാ ആന്റി. ഇന്ന് അവിടെ എന്തോ മന്ത്ലി മീറ്റോ അങ്ങനെ എന്തോ ഉണ്ട്. മോക്ക് സാരി നന്നായി ഇണങ്ങുന്നുണ്ട് കേട്ടോ. താലി കഴുത്തിലുണ്ടോന്നറിയാൻ ഇത് തന്നെ പറ്റിയ അവസരം. നോക്കിയാലോ? എന്താ ആന്റി? അല്ല, ഞാൻ ഈ മാല നോക്കുവായിരുന്നേ. നല്ല ഡിസൈൻ ആണല്ലോ. ഇത് എത്ര പവനാ? ഇത് 1.5 പവൻ കാണും. താലിയും കൂടെ ചേർത്ത് 2 പവനാണെന്ന് തോന്നുന്നു. ശങ്കറിനെ കറക്റ്റ് കണക്കറിയും. അല്ല, എന്താ വീട്ടുകാരി കല്യാണത്തിന് സമ്മതിക്കാഞ്ഞേ? രണ്ടുപേരും വെവ്വേറെ ജാതിയായിരുന്നോ? ഏയ്, അങ്ങനൊന്നുമില്ല. സമ്മതിച്ചില്ല. അതുകൊണ്ട് നാണിക്കണ്ട. എനിക്കിതൊക്കെ മനസ്സിലാവും. അന്നേ പരദേട്ടൻ പറഞ്ഞില്ലേ ഞങ്ങളുടേത് ഒരു പ്രേമവിവാഹമായിരുന്നെന്ന്. ഞങ്ങള് ജാതി കുറഞ്ഞവരായതുകൊണ്ടേ പരദേട്ടന്റെ വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. പുള്ളിക്കാരന്റെ അമ്മാവന്മാരെല്ലാം പുലികളല്ലായിരുന്നോ? കൊല്ലുമെന്നും വെട്ടുമെന്നും ഒക്കെ പറഞ്ഞു ഭയങ്കര ഭീഷണിയായിരുന്നു. വീട്ടുകാര് തമ്മി കൊല്ലാൻ നിൽക്കുമ്പോ പരദേട്ടനെ എന്നെയും കൊണ്ട് അവിടെ നിന്ന് രായ്ക്ക് രാമാനം മുങ്ങുമല്ലായിരുന്നോ? എന്തൊരു പുകിലായിരുന്നു ആദ്യത്തെ 8-10 വർഷം. ഇപ്പോ 2 വീട്ടുകാരും തമ്മിലെ അടയും ചക്കരയും പോലെയായി.
അതെ, പരദേട്ടന്റെ ഇളയ പെങ്ങടെ മോളിപ്പം കോയമ്പത്തൂര് എന്റെ കൊച്ചിന്റെ വീട്ടിൽ നിന്നല്ലേ നഴ്സിംഗ് പഠിക്കുന്നേ. അതുപോലെ കുറച്ചു ദിവസം കഴിയുമ്പോ ഈ ദേഷ്യവും പിണക്കവും ഒക്കെ മാറി രണ്ടുപേരുടെ വീട്ടുകാർ ഒന്നിക്കുന്നേ. അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ അങ്ങ് മാറും. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഭരതേട്ടനൊരു കാര്യം നിങ്ങളോട് പറയാൻ പ്രത്യേകം എന്നെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടാ പോയെ. എന്താ ആന്റി? അതെ, ഇപ്പൊ ഈ കോർപ്പറേഷൻകാരെ ഭയങ്കര പ്രശ്ന. വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് അവിടെ ആരൊക്കെയാ താമസിക്കുന്നത്, ഫാമിലി ആണെങ്കിൽ അതാരൊക്കെ കല്യാണ സർട്ടിഫിക്കറ്റ് വരെ ഹാജരാക്കണം. അങ്ങനെ എന്തൊക്കെ പുലിവാലുകളാ. ഇന്നലെ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് നോട്ടീസ് വന്നേ. അതുകൊണ്ട് മോടെ ഭർത്താവ് വരുമ്പോ നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി തരാൻ പറയണേ. അത്യാവശ്യമാണെന്ന് ഭരതേട്ടൻ പ്രത്യേകം പറഞ്ഞതാ. എന്താ അതില്ലേ? അതുണ്ട്, ഉണ്ടാവണം. അല്ല, അഥവാ അതില്ലെങ്കിലും രജിസ്റ്റർ ചെയ്ത തീയതി ഓഫീസും ഒക്കെ കാണിച്ച് കോർപ്പറേഷൻ ഓഫീസിലെ ഒരു അപേക്ഷ കൊടുത്താൽ മതിയല്ലോ. അവ കിട്ടും. എന്തായാലും 2 ദിവസത്തിനകത്ത് അതൊന്ന് ശരിയാക്കി എടുക്കാൻ പറയണേ. അവന്മാർ ഇൻസ്പെക്ഷൻ എപ്പോഴാ കയറി വരുന്നെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കും ഞങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ പറയാം ആന്റി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോളെ. ജോലി ഒരുപാട് കിടക്കുവാ. ചക്കരേ, ചാച്ച വേണോടാ. ഓ, അവൾ അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്നതാ ചാച്ച തെറ്റ്? അവക്ക് മാത്രമല്ല, അങ്ങനെ ഒരു സംശയം എനിക്കുമുണ്ട്. ആത്മാർത്ഥമായിട്ട് ചോദിച്ചാ അവൻ ഇവിടുന്ന് പോയതിന് പിന്നിൽ ഒരു ഒത്തുകളി ഉണ്ടെന്ന് ചാച്ചന് സംശയിക്കുന്നില്ലേ? ഉണ്ട്. അത് ചാച്ചന്റെ മുഖം കണ്ടറിയാം. അതാ ഞാൻ പറഞ്ഞത്, അവളെയും കൊണ്ട് അവൻ ഇവിടെ കയറി വരാനും തൊട്ട് പിന്നാലെ അലനെ ഇവിടുന്ന് കാണാതായതിന്റെയും പിന്നില് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ ഉണ്ടെന്ന്. അവര് 3 പേരും ഒറ്റ കെട്ട ചാച്ച. എന്നിട്ട് നമ്മളെ മണ്ടന്മാരാക്കാനുള്ള ശ്രമ. ഇനി ഇതിങ്ങനെ കൈകെട്ടി നോക്കിയെന്നാലേ ഒടുക്കം നമ്മുടെ കൊച്ചിന്റെ ജീവിത വഴിയാധാരാവാൻ പോകുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശം അവനുണ്ടായിരുന്നില്ല. ഇങ്ങനെ വളഞ്ഞു ചുറ്റേണ്ട കാര്യം എന്നതാടാവേ? അവളെ സണ്ണിച്ചനെ കൊണ്ട് കെട്ടിച്ച് ഇവിടെ കയറി വരാതെ അവളെ വിളിച്ചോണ്ടങ്ങ് പോയാ പോരായിരുന്നു അവന്. ഇതിപ്പോ അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് മറിച്ചാടാ ബെന്നിച്ച. സണ്ണി അവളെ കെട്ടി ഇവിടെ കൊണ്ടുവന്നുള്ള സങ്കടം സഹിക്ക വയ്യാതെ അവൻ എങ്ങോട്ടേലും ചാടി പുറപ്പെട്ടതാവനേ വഴിയുള്ളൂ. അല്ല, അവന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ ചെയ്തു പോവില്ലടാവേ. സ്വന്തം കൊച്ചിന്റെ തള്ള വേറൊരുത്തിന്റെ ഭാര്യയായിട്ട് ഒരേ വീട്ടിൽ കഴിയാന്ന് വെച്ചാ? ചാച്ചനത് എന്നെ അറിഞ്ഞിട്ടാ. അവന്റെ സ്വഭാവം ഒന്ന് ഓർത്തു നോക്കിക്കേ. മനസമ്മതവും മോതിരമാറലും നടത്തിയതിന് ശേഷമാണല്ലോ പണ്ട് അവളെയും കൊണ്ട് മുങ്ങാനൊരു ശ്രമം നടത്തിയത്. അതുമാത്രമല്ല, ഈ വീട്ടിൽ അവളുടെ ഭർത്താവായി കഴിയുമ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം അവൻ അവളെ പോയി കാണാനും ഒന്നിച്ച് ജീവിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ തൊലിക്കെട്ടുള്ള ഒരുത്തൻ നാണക്കേട് കൊണ്ട് സ്ഥലം വിടുമെന്ന് ചാച്ചൻ കരുതുന്നുണ്ടോ? ഇതൊന്നുമല്ല ചാ. സണ്ണിച്ചനിവിടെ വന്നതിന് ശേഷം ഇവിടെ അവര് തമ്മില് വഴി വിട്ടൊരു കൂട്ടുകെട്ട് ഉണ്ടായെന്നുള്ള കാര്യം ഉറപ്പാ. നമ്മളെ തോൽപ്പിക്കാനും നാണം കെടുത്താനും കാരണം നോക്കി നടക്കുന്നവന്റെ മുന്നില് ഇങ്ങനൊരു കഥ വീണ് കിട്ടിയപ്പോ അത് സണ്ണിച്ചൻ ഒരു ആയുധമാക്കിയത് തന്നെയാ. പണ്ടും നമ്മുടെ ശത്രുക്കളെ കൂട്ടുപിടിച്ചായിരുന്നല്ലോ അയാളുടെ കളി മുഴുവൻ. നമ്മളെ തോൽപ്പിക്കാൻ സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഉഗ്ര സംഭവം ഉള്ളപ്പോ അളിയനെ കൂട്ടുപിടിച്ച് അയാൾ അതങ്ങ് ഓപ്പറേറ്റ് ചെയ്തതാ. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല അച്ഛാ. എത്രയും പെട്ടെന്ന് അലനെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ ഒരു മിസ്സിംഗ് പെറ്റീഷൻ കൊടുക്കുക. കേസ് വെറുതെ ഒരു ബലത്തിന് കൊടുത്താൽ മതി. അന്വേഷണമൊക്കെ നമ്മുടെ പിള്ളേര് നടത്തിക്കോളൂ. സണ്ണിയെ തഞ്ചത്തിന് അവരുടെ കയ്യിലേക്ക് വിട്ടു കൊടുത്താൽ മതി. അവര് ചോദിക്കേണ്ട പോലെ ചോദിച്ചാ കാര്യങ്ങളൊക്കെ അവൻ തത്ത പറയും പോലെ പറഞ്ഞോളൂ. അലൻ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് തപ്പിയെടുക്കുകയും ചെയ്യാം.
എന്നതാ ചാച്ച, അതല്ലേ ബുദ്ധി? അതല്ലടാ പോയി. പോലീസും പെറ്റീഷനും ഒക്കെ ആയിട്ട് ആരും മെനക്കെടാൻ നിൽക്കണ്ട. അവരങ്ങനെ ഒരു ബുദ്ധിയിൽ കളിക്കുകയാണേല് തിരിച്ച് അതേ ബുദ്ധിയിൽ തന്നെ വേണം നമുക്കും കളിക്കാൻ. ആ ചില വഴികളൊക്കെ എന്റെ മനസ്സിലും തെളിയുന്നുണ്ട്. ആ വഴിയൊന്ന് പോയി നോക്കട്ടെ. എന്നതാ ചാച്ചന്റെ പ്ലാൻ? അതൊക്കെ വഴിയെ പറയാവിടെ വെന്നിച്ച. തൽക്കാലം ഞാൻ അറിയാത്ത ഒരു നീക്കവും നിന്റെ ഭാഗത്തുനിന്നുണ്ടാവരുത്, കേട്ടല്ലോ? ഒക്കെ ഒരു ഊഹക്കളിയാടാ പൊന്നു മോനെ. അതൊന്നും അങ്ങനെ പാളി പോയിട്ടുമില്ല. അതിൽ എന്നതേലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യാങ്കളി കൊണ്ട് നേടിയെടുത്തിട്ടുമുണ്ട്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ പോയാ മതി. ആ ബെന്നിച്ച, ആ ചാച്ചൻ പറഞ്ഞു. ഏതായാലും അവളെന്റെ മൂത്ത മോന്റെ മണവാട്ടിയായിട്ട് ഈ വീട്ടിൽ കെട്ടിക്കേറി വന്നതല്ലേ. ഇനി ഞാൻ പറഞ്ഞിട്ടേ അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ. അഥവാ അവന്റെ കൂടെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടേൽ തിരിച്ചിവിടെ വരുന്നതും ഉറപ്പുവരുത്തിയേക്കണം. ആ ഒരു ജോലി നിന്റേതാ. ശരി. അതിനിപ്പോ താൻ എന്നോട് ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ ഗൗരി? ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞു വെച്ചോണ്ടാണ് ഞാൻ. ഇയാൾക്കൊന്നും അറിയണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിച്ചു വെച്ചിട്ട് നമുക്കങ്ങ് രക്ഷപ്പെടാലോ. ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാനും. ഇതൊന്നും അങ്ങനെ വേണ്ട, നന്നേ പറഞ്ഞതല്ലേ ഞാൻ. ഇതിപ്പോ കുറ്റം മുഴുവൻ എന്റെ തലയിലായോ? അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു, ഇയാളിപ്പോ എന്ത് ചെയ്യായിരുന്നു? കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ഒരു കിടപ്പാട് ഒപ്പിച്ചെന്നവനോട് ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാതെ സംസാരിക്കില്ലേ ഗൗരി? പിന്നെ വലിയ കാര്യമായിപ്പോയി. ഇതിന് ഭേദം വല്ല കടത്തിന്റെയും ചുരുണ്ടുകൂടുന്നതായിരുന്നു. ഇങ്ങനെ മുട്ടിന് കള്ളം പറഞ്ഞ് മടുത്തു എനിക്ക്. ഏത് നേരത്തെ അപ്പുറത്തുനിന്ന് തള്ള പൊട്ടി വീഴുന്നെന്ന് എനിക്കറിയില്ല. വന്നാലോ ഒരു 100,000 കാര്യം അവർക്കറിയണം. എങ്ങനെയാ കണ്ടത്, കല്യാണം എന്നായിരുന്നു, വീട്ടുകാരെന്തിനാ എതിർത്തത്, താലി എവിടെ, പീലി എവിടെ. കള്ളം പറഞ്ഞു മടുത്തെനിക്ക്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒന്നുമില്ലെങ്കിലും ഈ കുഞ്ഞിനെ കൊണ്ട് താനിവിടെ സേഫ് ആയിട്ടല്ലേ കഴിയുന്നേ. അപ്പൊ അതിനുവേണ്ടി കുറച്ച് റിസ്ക് എടുക്കാൻ ഇയാളും തയ്യാറാവണം. പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അല്പസ്വല്പ കള്ളത്തരം കാണിക്കുന്നതുകൊണ്ടേ ഒരു കുഴപ്പമില്ല. ജീവിതത്തിൽ കള്ളം മാത്രമേ പറയൂന്ന് നോമ്പ് നോറ്റ് നടക്കുന്നവർക്ക് അതൊന്നും വലിയ പ്രശ്നമല്ലായിരിക്കും. പക്ഷെ എന്റെ കാര്യം അങ്ങനല്ല. കള്ളത്തനം പറഞ്ഞും ചെയ്തും എനിക്ക് ശീലമില്ല. അങ്ങനെ വളർന്ന കുട്ടിയല്ല ഞാൻ. സമ്മതിച്ചു, ഇയാള് രാജ ഹരിചന്ദ്ര ഫാമിലി പെറ്റ വലിയൊരാള് തന്നെയാ. എന്റെ ഭാഗ്യക്കുറി ഞാനൊന്ന് ചോദിച്ചോട്ടെ, സത്യങ്ങൾ മാത്രം പറഞ്ഞു ശീലിച്ച തന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? മിച്ചമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ തന്റെ കയ്യില്? നിഴല് പോലെ താൻ കൂടെ നടന്നിട്ടും സ്വന്തം ചേച്ചി പോലും തന്നിഷ്ടം കാണിച്ചു പോയില്ലേ? ഇത്രയും നാളത്തെ സത്യസന്ധമായ ജീവിതം കൊണ്ട് ഗൗരി പ്രകാശ് മേനോന്റെ ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താ? ആർക്കും വേണ്ടാത്ത കുഞ്ഞല്ലേ? അതിനെ ആർക്കും വേണ്ട നീയാളോട് ആരോ പറഞ്ഞേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എന്റെ മോൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒന്നിനു മേൽ ഒന്നായി കള്ളങ്ങൾ അടുക്കിയിട്ടാണെങ്കിലും നമ്മൾ ഈ വീട് തരപ്പെടുത്തിയെടുത്തത്. അവനവന്റെ നിലനിൽപ്പിനായി മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ കള്ളം പറയാമെന്ന് ഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ട്. തന്റെ രീതി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മഹാന്മാരെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. എന്റെ അറിവിൽ ഗാന്ധിജി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഭാഗ്യക്കുറി അത് പറഞ്ഞത് ഗാന്ധിജിയോ ക്രിസ്തു ആരെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും അല്ലല്ലോ ഇപ്പോഴും ഇവിടുത്തെ പ്രശ്നം. 2-3 ദിവസത്തിനകം ഭരതം പിള്ളച്ചേട്ട കോയമ്പത്തൂരിൽ നിന്ന് വരും. അതിനുള്ളിൽ നമ്മൾ ഈ വിവാഹ സർട്ടിഫിക്കറ്റ് എവിടെ നോപ്പിക്കും? അതിനെന്താ ഒരു വഴി? എന്ത് വഴി? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയില്ല ശങ്കർ. പറ്റിപ്പോയ അബദ്ധം അവരോട് ഏറ്റുപറഞ്ഞ് അപേക്ഷിച്ച് നോക്കിയാലോ? ചിലപ്പോ അവർക്ക് ദയവ് തോന്നി ഇവിടെ താമസിക്കാൻ അനുവദിച്ചാലോ? എന്റെ പൊന്നു ഗൗരി, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. താൻ വെറുതെ അബദ്ധമൊന്നും കാണിച്ചു കളയല്ലേ. നമ്മൾ കള്ളം പറഞ്ഞിട്ട് ഈ വീട്ടിൽ കയറി പറ്റിയെന്ന് അവരോട് പറഞ്ഞാലേ കാര്യങ്ങൾ കംപ്ലീറ്റ് ചക്ക കുഴയുന്ന പോലെ കുഴയും. ഭരതം പിള്ളച്ചേട്ട ആള് കാണുന്ന പോലെ ഒന്നുമല്ല, പെസക. കൈയോടെ നമ്മളെ രണ്ടിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അതോടെ കാര്യങ്ങൾ കംപ്ലീറ്റും പൊളിയും. ഒരു പെണ്ണിനെയും കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവ് ചമഞ്ഞ് വാടക വീടെടുത്ത് താമസിക്കണമെന്ന് എന്റെ കാർത്തുവോ രുക്കു എങ്ങനെ അറിഞ്ഞാലേ അവരാ നിമിഷം അറ്റാക്കൊന്ന് ചാവും. തന്നെ ഒന്ന് സഹായിക്കാൻ മനസ്സ് കാണിച്ചതിനെ താൻ എന്നെ അങ്ങനെയൊന്നും ശിക്ഷിക്കല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. താൻ ഭ്രാന്തൊന്നും പിടിക്കൊന്നും വേണ്ട. നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞവരാണെന്ന് തെളിയിക്കാൻ ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് വേണം, അത്രയല്ലേ ഉള്ളൂ. എന്നായാലും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതിപ്പോ ഇച്ചിരി നേരത്തെ ഒന്നല്ലേ നല്ലത്. എന്താ പറഞ്ഞേ? അല്ല, എവിടെ താമസിച്ചാലും അങ്ങനെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞതാ. താൻ വിഷമിക്കണ്ട, നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ഭരതം പിള്ള ചേട്ടന് മുമ്പിൽ ഹാജരാക്കിയിരിക്കും.
എങ്ങനെ? എന്ന് ചോദിച്ചാ ആ വഴിയുണ്ടാക്കാം. താൻ ധൈര്യമായിട്ടിരിക്കെ. എന്നതാ എന്നതാ നിങ്ങൾ ഈ പറയുന്നേ? എന്റെ മോനെ കാണാനില്ലെന്നോ? എവിടെ പോയി എന്റെ ചെറുക്കൻ? പറഞ്ഞു, മര്യാദയ്ക്ക് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ പൊന്നു മോനെ കൊന്നു തിന്നോ? പറ, എന്റെ ചെറുക്കൻ എവിടാണെന്ന് പറഞ്ഞോ മര്യാദയ്ക്ക്. എന്നെ ഇത് റാഹേലേ, നീ ഒന്ന് അടങ്ങ്. പൗലോസിനോട് ഇപ്പൊ ദേഷ്യപ്പെട്ടിട്ട് എന്നെ കാര്യം? ഞാൻ പിന്നെ എന്നാ വേണോന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ നൊന്തുപെറ്റ ചെറുക്കനെയാ കളഞ്ഞു പോയി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് കൈമലർത്തി കാണിക്കുന്നത്. അവിടുത്തെ പൊറുതി മതിയാക്കി എന്റെ മോൻ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നല്ലായിരുന്നോ? എന്നിട്ടും പിന്നാലെ വന്ന് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും അവനെ അങ്ങോട്ട് വലിച്ചോണ്ട് പോയതല്ലേ ഇയാള്? എന്നിട്ട് ഇപ്പൊ വന്ന് നിന്ന് ദൈവത്തിന് പൊറുക്കാത്ത വർത്താനം പറയുന്നോ? പൂക്കാട സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ചെറുക്കൻ എന്നതെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒറ്റ ഒരുത്തരം വെറുതെ വിടില്ല ഞാൻ. പണത്തിന് സ്വാധീനത്തിന് മാത്രമേ ഇത്തിരി കുറവുള്ളൂ ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളുടെ മോന്റെ ജീവിതം വെച്ച് പന്ത് കളിക്കാന്ന് നിങ്ങൾ അപ്പനും മക്കളും കരുതണ്ട. എല്ലാത്തിനെയും കൂടി ഞാൻ സമാധാനം പറയും. തടയണ്ട ജോസഫേ, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോണ്ടെന്നേ. സ്വന്തം മോൻ നാട് വിട്ടുപോയെന്ന് അറിയുമ്പോ ഏത് പെറ്റകളിലേക്ക് അത് എണ്ണം തോന്നാത്തത്? പക്ഷെ റാഹേലേ, പറഞ്ഞ് നിങ്ങൾ അധികം കാട് കയറാതിരിക്കുന്ന എല്ലാവർക്കും നല്ലത്. നിങ്ങൾ കരുതും പോലെ ഞാനും എന്റെ പിള്ളേരും അവനെ കൊന്നിട്ടും തിന്നിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അവൻ സ്നേഹിച്ച പെണ്ണിനെ എന്റെ മൂത്ത മോൻ മിന്നു കെട്ടിക്കൊണ്ടുവന്ന് ആ കുടുംബത്ത് കയറിയത് അവന് സഹിച്ചിട്ടുണ്ടാവില്ല. അതിപ്പോ അവനെന്നല്ല, അത് ഞങ്ങൾക്ക് ആർക്കും ദഹിച്ചിട്ടില്ല. അതിനിങ്ങനെ ആരോടും പറയാതെ കൊച്ചു വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഓടിപ്പോവാണോ വേണ്ടത്? ഞാൻ കരുതി അവൻ നേരെ ഇങ്ങോട്ട് വന്ന് കാണുമെന്ന. സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറ്. അതുകൊണ്ടാ ആദ്യം ഞാൻ അത്ര കാര്യമാക്കായിരുന്നത്. സംഗതി സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോഴാ ഞാൻ നിങ്ങളോട് നേരിട്ട് വന്ന് കാര്യം പറയാമെന്ന് വെച്ചത്. അപ്പൊ നിങ്ങളെല്ലാവരോടും ഞങ്ങളെ മോശക്കാരാക്കാൻ ശ്രമിച്ചാ അതെങ്ങനെ ശരിയാവും റാഹേലേ? ഞങ്ങൾ പറയുന്നതാണോ പൗലോസ് കുറ്റം? തുടക്കം മുതൽ ഏച്ചു വെച്ച് കിട്ടിയതല്ലേ അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ, കൂലിത്തല്ലും കവലച്ചട്ടപ്പത്തരമായിട്ട് നടന്ന ഒരുത്തനെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൊണ്ട് എന്റെ പെങ്കൊച്ചിന്റെ തലയെ കെട്ടിവെച്ച് തന്നില്ലേ? ഇത്രയൊക്കെ ഉപകാരം ചെയ്തിട്ട് കുറ്റപ്പെടുത്തിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? പിന്നെ എന്നാ ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവൻ പോയ മോക്കൊരു പകരക്കാരനെ തപ്പിയെടുക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണുകയല്ല. പക്ഷെ ഞങ്ങളുടെ നഷ്ടത്തിന് ആര് സമാധാനം പറയും? അവന്റെ പോക്കിന് സമാധാനം പറയേണ്ടത് ഞാനോ താനോ ആരുമല്ല ജോസഫേ, അവൻ തന്നെയാ. അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ കാരണം ഞങ്ങൾക്കറിയാം. അതെന്നതാണെന്ന് നിങ്ങളോട് പറയാൻ ദാ ഈ പെങ്കൊച്ചിന്റെ മുന്നിൽ വെച്ച് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഞാനിവിടെ വിളിച്ചു കൂവിയാലേ നിന്ന നിപ്പിൽ ജോസഫും റാഹേലും അങ്ങ് സ്വർഗരാജ്യത്തേലും. എന്നതാ അവൻ ചെയ്ത അപരാധം? അന്യജാതിയിൽ ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ കെട്ട് നടത്തിയത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മഹാ അപരാധം പറഞ്ഞ് കൊട്ടിഘോഷിക്കാനുള്ളത്? അവൻ അന്യജാതിയിൽപ്പെട്ടൊരു പെങ്കൊച്ചുമായിട്ട് അടുപ്പത്തിലായിരുന്നെന്നൊക്കെ ഞങ്ങൾക്കും അറിയായിരുന്നു. പക്ഷേ ആ ബന്ധത്തിൽ അവനൊരു കുട്ടിയുണ്ടെന്നുള്ളത് ഞങ്ങൾ വളരെ വൈകി അറിഞ്ഞത്. എന്നതാ നിങ്ങൾ പറഞ്ഞത്? മഹാഭാവം പറഞ്ഞ നിങ്ങളുടെ നാക്ക പൊഴുത്തു പോവും, പറഞ്ഞേക്കാം. റാഹേലേ, നിങ്ങൾ എന്നെ എന്നാ വേണേലും പറഞ്ഞു. പക്ഷെ ഞാനിപ്പോ പറഞ്ഞത് ആ സത്യം. ആ മേനോത്തി കൊച്ചില് അവനൊരു കുഞ്ഞുകൂടിയുണ്ട്. ഇനിയും നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലല്ലേ? ആ പെങ്കൊച്ചിപ്പോ എന്റെ വീട്ടിലുണ്ട്. വന്ന് ചോദിച്ചു നോക്ക് അവളോട്. തന്റെ കുഞ്ഞിനെ പ്രസവിച്ച പെങ്കൊച്ച് അവന്റെ സ്വന്തം അളിയന്റെ ഭാര്യയായി ഒരേ കുടുംബത്ത് പൊറുതിക്ക് വന്ന ആണായിട്ട് പിറന്ന ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ റാഹേലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അതിലിപ്പോ ഞങ്ങൾ എന്നാ ചെയ്യാനാ? അവനതിൽ നിരാശപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു.
എന്റെ മൂത്ത മോൻ അങ്ങനൊരു കന്നന്തിരിവ് കാണിക്കുമെന്ന് ഞാനും വിചാരിച്ചല്ല. പോട്ടെ, അവൻ തിരിച്ചു വന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. പിന്നെ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, സൂചി കൊണ്ടെടുക്കാനുള്ളത് പാര കൊണ്ടെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കരുത്. അവൻ എവിടെയുണ്ടെങ്കിലും നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ എന്നതേലും ഉണ്ടായാൽ ആ വിവരം എന്നെ അറിയിച്ചാൽ വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അതല്ല നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഒത്തുകളിക്കാൻ നിൽക്കുന്നെങ്കിൽ കാര്യങ്ങൾ പിന്നെയും വഷളാവുകയുള്ളൂ. അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. കോട്ടെ ജോസഫേ. എന്റെ കർത്താവേ, എനിക്കിനി ജീവിക്കണ്ടായേ. അയ്യോ. അങ്കിൾ, ആ എന്നതാ? നിന്നോട് പറയാതെ അവൻ എങ്ങോട്ടും പോകില്ല എന്ന് എനിക്കറിയാം. നീ എന്ന് വെച്ചാൽ അവന് ജീവനാ. മറ്റാരുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടി വന്നാലും നിന്റെ മനസ്സ് അവൻ വിഷമിപ്പിക്കുകയല്ലെന്ന് എനിക്കറിയാം. പറ മോളെ, അവൻ എവിടെയായി മാറി നിൽക്കുന്നേ? എവിടെയായാലും ഈ പൗലോസ് അങ്കിൾ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. മോള് പറ. അങ്കിളിനോട് നീ പറഞ്ഞെന്ന് വെച്ച് നിനക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. അവൻ നിന്നോട് പിണങ്ങുകയില്ല. മോള് ധൈര്യമായിട്ട് പറഞ്ഞോ എവിടെ അവനുള്ളത്. ഇച്ചായൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. എവിടെയാണെന്ന് അറിഞ്ഞാൽ തന്നെ ഞാൻ പറയുകയില്ല.